സിനിമ എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. പിന്നീട് അതിന്റെ എന്താണ് ഒരു എന്താണ് പിന്നമ്പുറങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് ലൈക്ക് AD ഇതായിട്ട് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ ലേക്ക് വരുന്നു. ഇപ്പോഴും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ലൈക്ക് എത്ര പോയാലും അതുമായിട്ട് ചുറ്റിപ്പറ്റി തന്നെ വരുന്നുണ്ട് ശസം. സോ വൈ സിനിമ? ലൈക്ക് I don't know, seriously. I love it. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വൈ എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരവില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് വൈ ദിസ് വൈ ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല അതിന്. അത് മനസ്സിൽ തോന്നും. ആ സംഭവം തന്നെ കൊച്ചിലെ തൊട്ടേ ഈ പറയുന്ന ഇത് കാണുന്ന സമയത്തും നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ആ ഒരു ത്രില്ല് ഇന്നും പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഐ ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ആ ഒരു ചെറുപ്പം മുതലുള്ള ഒരു ഇഷ്ടം അതിനോട് ആ ഒരു ഫീൽഡിനുള്ള ഒരു ഇഷ്ടമാണ് അല്ലേ? ഈ പറയുന്നത് പോലെ സിനിമ ചെയ്യുന്ന ലൈക്ക് റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ച് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഒരു ക്രിറ്റിസിസംസ്? ഇല്ല. ഒന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലാതെ അങ്ങനെ ഹാർഷായിട്ട് ആരും എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഞാൻ എല്ലാ പടവും കാണാത്തൊരു ഒരുത്തനായത് കൊണ്ടാവാം ഒരു പക്ഷേ. പിന്നെ ഞാൻ പറയാം, എനിക്ക് അവിടെയും ഞാൻ മറ്റേ തന്നെയാണ്. എനിക്ക് ടെക്നിക്കലി ഞാൻ സിനിമയെ അങ്ങനെ പറയത്തുമില്ല. എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാനിങ്ങനെ കാണിക്കും. അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ഞാൻ ഹൈലി ഇൻഡെപ്റ്റ് ആയിട്ടൊരു സിനിമയെ വിമർശിക്കാറില്ല. എന്തുവാടെ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന് വെരി പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ദാറ്റ്സ് മോർ ലൈക്ക്. പിന്നെ റോസ്റ്റിങ്ങിന് ഒരു ഡിഫറെന്റ് ഫാൻ ബേസ് ഉണ്ട്. ഈ പറയുന്ന ഒരു സാധനത്തിന്റെ നെഗ് ഭയങ്കരമായിട്ട് ആൾക്കാരെ ആക്കുന്ന രീതിയിൽ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് പേഴ്സണലി എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അത് ആര് നമുക്കിപ്പം യൂട്യൂബിൽ തന്നെ റീലോഡ് മീഡിയ, ഈ പറഞ്ഞ അശ്വിന്ദു ഗോക്ക്, അവരൊക്കെ വന്നിരുന്ന ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്കത് തടയാ എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടില് അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മൂവിയില് ഫിലിം മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ലൈക്ക് ഷസാമിനെ ഫാസിനേറ്റ് ചെയ്തൊരു ഫിലിം മേക്കർ ആരായിരിക്കും? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പണ്ട് തൊട്ട് പ്രിയദർശൻ പടങ്ങൾ, ഞാൻ ആ ഒരു ക്ലാസിക് സാധനങ്ങളുണ്ടല്ലോ, പ്രിയദർശൻ പടങ്ങൾ തരുന്ന ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. വളരെ ഞെട്ടി അൾട്രാ വൈഡില് ഇമോഷൻസ് കൺവേ ചെയ്യാന്നാണ്. ഇപ്പൊ കിലുക്കം എന്ന് പറഞ്ഞ സിനിമ എല്ലാം വൈഡിലാ പോകുന്നത്. ഒരു മിഡോ ഒരു പുള്ളിയുടെ ക്ലോസോ ഒന്നുമില്ല. മറ്റേ ലാലേട്ടനും പുള്ളിക്കാരന്റെ ഒക്കെ ആ ഒരു സാധനമൊക്കെ അത് അത്രയും ഇത് വെച്ചിട്ട് തന്നെ അത് എങ്ങനെ അത് നമ്മളിലോട്ട് അത് കൺവേ ചെയ്യുന്നു. ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ അപ്പുറത്തെ വിളയിൽ നിന്നിട്ടാണ് മറ്റേ ആ സാധനമൊക്കെ കാണിക്കുക. അത് നമുക്ക് അത് അത്രയും പുള്ളിയുടെ ഒരു ക്ലോസ് പോലും ഇല്ല, എന്നിട്ട് അത് നമുക്ക് ചിരി വരുന്ന ബ്രില്യൻറ്റ്. അത് എന്ത് ബ്രില്യൻസ് എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ എന്നെ ഫാസിനേറ്റ് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയാം, ക്ലാസിക് പടങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു അങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. ഒരു ഫൺ, ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അങ്ങനെയൊക്കെ കാണുന്നത് തന്നെയാണ്. ഞാൻ പറയാം, എനിക്ക് ഇന്ന മേക്കർ എന്നുള്ളതല്ല. ഐ ലൈക്ക് ടു വാച്ച് നൈസ് പടങ്ങൾ, വിച്ച് എൻ്റെ ഒരു രീതിയിൽ കാണാൻ ഭയങ്കരമായിട്ട് നോക്കാറുണ്ട്.